ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ദിസ് എ ഇയർ ഓഫ് പ്രസൻസ്? സാന്നിധ്യത്തിൻ്റെ വർഷമാണ് എത്ര പേര് വിശ്വസിക്കുന്നു? അടുത്തിരിക്കുന്ന 2 പേരുണ്ടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, ദിസ് ഇസ് എ ഇയർ ഓഫ് പ്രസൻസ്. അനേകര് ദൈവ സാന്നിധ്യവുമായി നടക്കാൻ പോകുന്നു. അനേകർ ദൈവമായുള്ള ബന്ധത്തിൽ വളരാൻ പോകുന്നു. ദൈവിക ആഴങ്ങളിലേക്ക് ചില ആളുകൾ കടക്കാൻ പോകുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കാൻ ആമേൻ പറയാം. ദൈവിക ആഴങ്ങളിലേക്ക് ചിലർ കടക്കാൻ പോകുന്നു. ചിലർ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ ചെയ്യാൻ പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകൾ കാണാൻ പോകുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീയ മർമ്മങ്ങൾ കേൾക്കാൻ പോകുന്നു. ഇത് നിങ്ങളുടെ സീസണാണ്. ഇത് എൻ്റെ സീസണാണ്. ഇത് എൻ്റെ കാലഘട്ടമാണ്. നിങ്ങൾ ആത്മീയമായി ഒരു പടിയല്ല, ഇതുവരെ ചെന്നിട്ടില്ലാത്ത വിധത്തിൽ ഉയരുന്ന കാലഘട്ടമാണ്. ഞാൻ യേശുവിന്റെ ശുശ്രൂഷയിൽ വളരുന്ന സീസണാണ്. ഹല്ലേലൂയ. ഞാനിന്ന് പ്രസംഗിക്കാൻ പോകുന്നത് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച ചിന്തയിൽ നിന്നാണ് പ്രസംഗിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ലേഖനം എഴുതുന്ന യോഹന്നാനോട് ചോദിക്കാം, എന്താ ഈ ലേഖനം എഴുതാനുള്ള കാരണം? യോഹന്നാൻ പറയുന്ന മറുപടി ഇതായിരിക്കും, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത് നിങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടിയാ. എന്നാ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത് നിങ്ങളോടൊന്ന് പറയുവോ, പങ്കുവെക്കുകയാണ്. അടുത്ത വാക്ക്, ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ അത് കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന് ഞങ്ങൾക്ക് സാക്ഷ്യമായിരുന്ന നിത്യജീവനെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ഹല്ലേലൂയ പറയാവോ? ഞാൻ ഈ ദൈവദിനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വലിയ കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കണ്ടത്, കേട്ടത്, തൊട്ടത്. പുതിയ നിയമം നിങ്ങൾ വായിച്ചാൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിച്ച സംഭവങ്ങളുടെ കഥകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തോന്നും യേശു ചെയ്ത അത്ഭുതങ്ങളാണ് കാണുന്നത്, അടയാളങ്ങളാണ് ചെയ്യുന്നത്, ഭൂതങ്ങളെ പുറത്താക്കിയതാണ് കാണുന്നത്, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചതാണ് കാണുന്നത്. നമ്മൾ എന്തിനായിരിക്കും ആ പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുള്ളത്? നിങ്ങൾ വിചാരിക്കരുത് അതൊരു സംഭവ കഥ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എഴുതിയതാണെന്ന് ചിന്തിക്കരുത്. പകരം അത് യോഹന്നാനും മത്തായിയും മർക്കോസും ലൂക്കോസും നമ്മളോട് മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ ആ പ്രസന്റ് ചെയ്തതിനൊരു വലിയ ഉദ്ദേശമുണ്ട്. യോഹന്നാൻ പറഞ്ഞ ഉദ്ദേശം എങ്ങനെയാ? ഇത് കണ്ടിട്ട്, ഇത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കാനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനുമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ ഇൻസിഡൻസും നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിൽ ഒരു ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. നമ്മളെന്താ കൈയടിക്കാത്ത, ആമീൻ പറയാത്ത? എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഓരോ ഇൻസിഡൻസും അത് സംഭവ കഥയല്ല, അത് എന്നോ നടന്നൊരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ എഴുതിയതല്ല, പകരം എനിക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി എഴുതിയതാണ്. ഏത് ജീവനെ കുറിച്ചായി പറയുന്നത്? ഏത് ജീവിതത്തിനെ കുറിച്ചാണ് പറയുന്നത്? എൻ്റെ സ്പിരിച്വലായ ആത്മീയ അനുഭവത്തിന് അല്ലെങ്കിൽ ആത്മീയ അനുഭവം ജീവൻ പിടിക്കേണ്ടതിന് വേണ്ടിയാ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് യോഹന്നാൻ താഴോട്ട് പറയുക, ഞങ്ങൾ കണ്ടും കേട്ടിട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനെ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടും ആകുന്നു. ഞങ്ങൾ ഈ പറയുന്നൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. പറയുന്ന ഉദ്ദേശം മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ കണ്ടതും തൊട്ടതും കേട്ടതുമായ അനുഭവത്തിൽ പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. എല്ലാവരും പറഞ്ഞേ കൂട്ടായ്മ. ഒന്നുകൂടെ പറഞ്ഞേ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയിൽ കൂടെ എന്തോ പോകുന്നേ? ജനങ്ങൾ വരാവോ? ഓടിയോ? കൂട്ടായ്മ വരുമ്പോൾ നമ്മുടെ തലയിൽ കൂടെ വരുന്നത് എന്തുവാ? കൂട്ടായ്മ. ഞാനും ഇവളും കൂട്ടായ്മ ആചരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇവളോട് പ്രാർത്ഥിക്കുകയല്ല, ഇവൾ എന്നോട് പ്രാർത്ഥിക്കുകയല്ല. എൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സ് പങ്കുവയ്ക്കലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ഭാരം പങ്കുവെക്കലാണ്, എൻ്റെ മനസ്സ് പങ്കുവെക്കലാണ്, എൻ്റെ ഇഷ്ടം പങ്കുവെക്കലാണ്, എൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവെക്കലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും യോഹന്നാനും തമ്മിൽ
ഒരു കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സ് പങ്കുവെക്കുന്ന, അവരുടെ ആഗ്രഹം പങ്കുവെക്കുന്ന, അവരുടെ താല്പര്യം പങ്കുവെക്കുന്ന, അവരുടെ പ്ലാൻ പങ്കുവെക്കുന്ന ഒരു ഇടം ഉണ്ടായിരുന്നു എന്നും ഞാൻ അത് അനുഭവിക്കുന്നു, യോഹന്നാൻ ഞങ്ങളത് അനുഭവിക്കുന്നു എന്നും നിങ്ങൾ ഓരോരുത്തരും അവിടേക്ക് വരേണ്ടതിനാണ് ഞാനിത് എഴുതിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. എന്ന് പറഞ്ഞ പിതാവിനും പുത്രനോടുമുള്ള ഞങ്ങളുടെ കൂട്ടായ്മ എങ്ങളിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങൾ അവിടേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങളെ വിളിച്ചു പറയുന്നത്. ആമേൻ. എന്ന് പറഞ്ഞാൽ യോഹന്നാനെ പിതാവിനോടും പുത്രനോടും ഉണ്ടായ ആ കൂട്ടായ്മ ഒട്ടും കുറയാതെ ഞാനും നിങ്ങളും അനുഭവിക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. എങ്കിൽ ഞാനൊരു പ്രൊഫറ്റിക് വേർഡ് പറയാം. ഈ ദിവസങ്ങളിൽ ചിലർ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറയാം. എന്ന് പറഞ്ഞ പിതാവിനോട് പുത്രനോട് ക്ലോസ് ആയി തൻ്റെ ഹൃദയം പങ്കുവെക്കുന്ന, കുറച്ചും കൂടെ കയറി പറയട്ടെ, പിതാവ് തൻ്റെ പുത്രൻ അല്ലെങ്കിൽ യേശു കർത്താവ് തങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളോട് പങ്കുവെക്കുന്ന ആഴമേറിയ ഒരു ആത്മാനുഭവത്തിലേക്ക് സഭ കടക്കുന്ന സീസണാണിത്. ഒരു ഹല്ലേലൂയ പറ, ശബ്ദമേറുന്നൊരു ഹല്ലേലൂയ പറ. അപ്പൊ ഓരോ ഇൻസിഡൻസും ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അവിടേക്ക് ആകേണ്ടതിന് വേണ്ടിയാ. ഒരു ഹല്ലേലൂയ പറയോ? എന്നെ പറഞ്ഞ് യോഹന്നാൻ എഴുതുന്ന ഒരു ഉദ്ദേശം ഞാൻ അവിടേക്ക് കിടക്കണം. യോഹന്നാന് യേശുവുമായി ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ടായിരുന്നു, പേഴ്സണൽ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അവിടേക്ക് നിങ്ങൾ കടക്കണം, ഞാൻ കടക്കണം. അതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്ന അതിനാണ് എങ്കിൽ ആരെങ്കിലും എൻ്റെ ഒപ്പ് എത്തിയോ? അതിലാണ് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം മുതൽ ദൈവം നമ്മുടെ ആ വാതിലെ നമുക്ക് തുറന്നു തരികയാണെന്നാണ് അർത്ഥം. ഇന്ന് രാത്രിയിൽ ചിലരെ അവനുമായൊരു കൂട്ടായ്മയ്ക്ക് തയ്യാറായാൽ ഇത് നിങ്ങളുടെ ലൈഫിൽ യാഥാർത്ഥ്യമാകും. ഹല്ലേലൂയ. അപ്പോൾ ഫസ്റ്റ് വാക്ക് ഞാൻ പറയുക, ഈ പുസ്തകത്തിൽ ഈ വാക്യം എഴുതിയതിൻ്റെ ഉദ്ദേശം, എനിക്ക് യോഹന്നാനെ പേഴ്സണലായി യേശുവുമായി ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മ ഉള്ളതുപോലെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവുമായി അവർക്കൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. യേശുവുമായി അവരൊപ്പം യാത്ര ചെയ്തു, യേശുവുമായി ഒരുമിച്ച് ആഹാരം കഴിച്ചു, യേശുവുമായി അവരുടെ ഹൃദയം പങ്കുവെച്ചു. കുറച്ചും കൂടെ കയറി പറയാം, യേശു അവരോട് തൻ്റെ ഹൃദയം പങ്കുവെച്ചു. അത് അടുത്ത ആഴ്ചകളിൽ ഞാൻ കുറച്ചും കൂടെ ഉള്ളിൽ പോകും. ഈ വാചകം നിങ്ങളുടെ തലയിൽ ഇരുന്നോണം. യേശു തൻ്റെ ഹാർട്ട് ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു. ശിഷ്യന്മാർ അങ്ങോട്ട് മാത്രമല്ല പങ്കുവെച്ചത്, തൻ്റെ ഹൃദയം ശിഷ്യന്മാരോട് പങ്കുവെച്ചു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, യോഹന്നാൻ സുവിശേഷങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, സുവിശേഷങ്ങൾ അവസാനിക്കുന്നത് യേശുവിൻ്റെ മരണത്തോടു കൂടിയാണ്. അവരുടെ കൂടെ നടന്നിരുന്നയാള്, അവരുടെ ഹൃദയം പങ്കുവെച്ചിരുന്നയാള് മരണപ്പെട്ടു. എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാം. എന്നാൽ മരണപ്പെട്ടു എന്നത് മാത്രമായിരുന്നില്ല അവിടുത്തെ സുവിശേഷം. അവർക്ക് മനസ്സിലായി, മരിച്ചു എന്ന് പറയുന്നയാൾ ഉയർത്തെഴുന്നേറ്റു. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. ആ ഉയർത്തെഴുന്നേറ്റിട്ട് യേശു ഏറ്റവും ആദ്യം ചെയ്തത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എല്ലാവരും പറഞ്ഞേ, 40 ദിവസത്തോളം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശു കർത്താവ് 40 ദിവസം ആരുടെ അടുക്കൽ സമയം ചെലവഴിച്ചു? ശിഷ്യന്മാരുടെ അടുക്കൽ സമയം ചെലവഴിച്ചു. ഞാൻ പലപ്പോഴും ആ വാചകത്തെ വളരെ 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 ഗൗരവമായി കാണാറുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മരിക്കുന്നതിന് മുമ്പും യേശു ശിഷ്യന്മാരോട് കൂടെ സഞ്ചരിച്ചു, അവൻ്റെ ഹൃദയത്തെ പങ്കുവെച്ചു, രഹസ്യങ്ങളെ പങ്കുവെച്ചു, അവരെ എംപവർ ചെയ്തു, അവരെ ശുശ്രൂഷകൾക്ക് അയച്ചു, അവർ അസാധ്യങ്ങളെ അവരുടെ കൈകളിൽ നേടിക്കൊടുത്തു, സൂപ്പർ നാച്ചുറലുകൾ അവർ കണ്ണുകൾ കൊണ്ടുകൊണ്ടു, സൂപ്പർ നാച്ചുറലുകൾ അവർ അനുഭവിച്ചു. പക്ഷേ ആ സൂപ്പർ നാച്ചുറൽ ഇത്രയും ചെയ്ത കർത്താവ് മരിച്ചു. ഉയർത്തെഴുന്നതിന് ശേഷം യേശു വീണ്ടും ചെയ്തത് എന്താണോ മരണത്തിന് മുമ്പ് താൻ ചെയ്തത്, അത് മുഴുവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റിന് ശേഷം അവരോടൊപ്പം നടന്ന് വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി. പിടിയിട്ട് ഞാൻ പറഞ്ഞത്, മരിക്കണൊക്കെ മുമ്പ് കർത്താവ് അത് ചെയ്തു. അവരുടെ രഹസ്യങ്ങൾ പങ്കുവെച്ചു, അവരെ ശക്തീകരിച്ചു, അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. അത് തന്നെ മരിച്ചതിന് ശേഷം
ഉയർത്തതിന് ശേഷം അവരടുക്കൽ വന്ന് അവനോട് ചെയ്യാനായി തുടങ്ങി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, മരിച്ചപ്പോൾ തീർന്നില്ല ആ സംഭവം, മരണത്തിന് ശേഷവും യേശു ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ എത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ശബ്ദത്തിന് ഹല്ലേലൂയ പറയാമോ? ഈ 40 ദിവസം ആ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം യേശു പറഞ്ഞു, വെയിറ്റ്, ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ വേറൊരാളെ നിനക്ക് വേണ്ടി ഞാൻ അയക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് മരിച്ചതിന് ശേഷം ഞാൻ എന്താണോ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിച്ചത്, ആ ആചരിച്ചത് നിന്നു പോകാതിരിക്കേണ്ടതിനെ ഞാൻ വേറൊരാളെ എനിക്ക് പകരം വിടാൻ പോവാണ്. ആ ആളാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഓ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് അറിയത്തില്ല. യേശു ജീവനോടെ നടന്ന് ശിഷ്യന്മാരുടെ കൂടെ ഫെലോഷിപ്പ് നടത്തി, കൂട്ടായ്മ നടത്തി, രഹസ്യങ്ങൾ പങ്കുവെച്ചു, അവരെ എൻകറേജ് ചെയ്തു, ബലപ്പെടുത്തി, ആത്മാവിൽ ശുശ്രൂഷിച്ചു. എന്നാൽ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു, അവരോടൊപ്പം നടന്നു. യേശു അവർക്ക് സുഹൃത്തായിരുന്നു, യേശു അവർക്ക് ദൈവമായിരുന്നു, യേശു അവർക്ക് സ്നേഹിതനായിരുന്നു, യേശു അവർക്ക് പിതാവായിരുന്നു, സകലതുമായിരുന്നു അവർക്ക്. എന്നാൽ യേശു വിട്ടുപിരിഞ്ഞു. പക്ഷേ വിട്ടുപിരിഞ്ഞ് യേശു വീണ്ടും അവരെടുക്ക വന്നു. അവർക്ക് മനസ്സിലായി, യേശു മരിച്ചു എന്ന് ലോകം സംഭവിക്കെങ്കിലും ഞങ്ങൾക്കറിയാം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവൻ ഞങ്ങളോട് അതേപോലെ നടക്കുകയാണ്. ആർ യു ഫോളോയിങ്? എന്നാൽ യേശു 40 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ പോകുകയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ പോകുകയാണ്. എന്നിട്ട് എന്നെ പോലിരിക്കുന്ന കണ്ട ഒട്ടും വ്യത്യാസമില്ലാത്ത, എന്നെ നോക്കി എങ്ങനെ ഇരിക്കുമോ അതേപോലുള്ള വേറൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കുകയാണ്. കണ്ടാൽ രണ്ടുപേരും ഒരേപോലെ ഇരിക്കും. എന്നെ കണ്ടാലും അവനെ കണ്ടാലും ഒരേപോലെ ഇരിക്കും. യേശുവിനെ കണ്ടാലും വരുന്നയാളിനെ കണ്ടാലും ഒരേപോലെ ഇരിക്കും. അങ്ങനെയാണോ ബൈബിൾ എഴുതിയിരിക്കുന്നത്? അങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ആ ആള് നിങ്ങളുടെ കൂടെ വരുന്നത് ഈ ഫെലോഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ യേശുവിന് ശേഷം വരുന്നയാൾ ഈ ഫെലോഷിപ്പ് ശിഷ്യന്മാരുമായി കണ്ടിന്യൂ ചെയ്യാനാണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്കറിയാവുന്നത് ഈ മൂന്നാമത് വന്നയാൾ തീ പോലെ, നദി പോലെ, പുക പോലെ, എണ്ണ പോലെ ഒക്കെയാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ആ തീയോട് സംസാരിച്ചില്ല, പുകയോട് മിണ്ടിയില്ല. നിങ്ങളാരൊന്നും മിണ്ടാത്ത എന്താ? കാറ്റിനോട് നമ്മൾ സംസാരിച്ചില്ല. കാരണം ആരെങ്കിലും കാറ്റിനോട് സംസാരിക്കുമോ? പുകയോട് ആരെങ്കിലും മിണ്ടോ? തീയിനോട് ആരെങ്കിലും സംസാരിക്കുമോ? സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ഒരിക്കൽ യേശു. പക്ഷെ മരിച്ചിട്ട് യേശു പോയി. പകരം യേശു ചെയ്തത് ശക്തിയെ പറഞ്ഞു വിട്ടു. കണ്ടോ? എല്ലാവരും കൈയടിച്ചു. പക്ഷെ ശക്തിയല്ല പറഞ്ഞു വിട്ടത്, വ്യക്തിയാണ് പറഞ്ഞു വിട്ടത്. വ്യക്തി എന്ന് പറയുന്നത് യേശുവിനെ പോലിരിക്കുന്ന ഒരാളെ യേശു പറഞ്ഞയച്ചു. നമ്മൾ അതിനെ കണ്ടത് തീയും കാറ്റും പുകയൊക്കെ ആയിട്ടാ. പക്ഷേ പറഞ്ഞു വിട്ടതിന്റെ ഉദ്ദേശം, യേശുവിനോടൊപ്പം എങ്ങനെയാണോ ശിഷ്യന്മാർ നടന്നത്, അതേപോലെ അവർ മരണത്തിന് ശേഷവും ഒരാളുകൂടെ നടക്കുന്നത് പോലെ നടക്കേണ്ടതിന് വേണ്ടിയാ പരിശുദ്ധാത്മാവിനെ അവർ പറഞ്ഞു വിട്ടത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സമയം നമ്മുടെ തലയിൽ കയറി പ്രാവ് പോലെ, തീനാളങ്ങൾ, പ്രാവ് പോലെ നമ്മളെ യേശുവിൻ്റെ മുകളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ പ്രാവാക്കി മാറ്റി. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം വീട്ടിനകത്തൊരു പ്രാവ് വരയ്ക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ വേദപുസ്തകം വിളിക്കുന്നത് പ്രാവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പ്രാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഗ്രഹാരാധികളാകും. പരിശുദ്ധാത്മാവിൻ്റെ രൂപം അത് യേശുവിൻ്റെ രൂപമാണ്. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? ഒരു ഹല്ലേലൂയ പറയാവോ? ആരെ കണ്ടാൽ, പരിശുദ്ധാത്മാവിനെ കണ്ടാൽ ആരെ പോലിരിക്കും? യേശുവിനെ പോലിരിക്കും. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ തീ പോലെ ഉണ്ടായത്, എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി തരാനാണ് പിളർന്ന നാവുക പോലെ നമുക്ക് മനസ്സിലായത്. പക്ഷേ
തീയല്ല പരിശുദ്ധാത്മാവ്, പ്രാവല്ല പരിശുദ്ധാത്മാവ്, എണ്ണയല്ല പരിശുദ്ധാത്മാവ്, നദിയല്ല പരിശുദ്ധാത്മാവ്. യേശുവിന് പകരം വന്ന വ്യക്തിയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? എന്തിനു പകരം വന്നു? ജോനമള് വാ. എന്തിനു പകരം വന്നു പറയാവോ? യേശു കൂടെ നടന്നതുപോലെ അവരുടെ കൂടെ നടക്കേണ്ടതിനാണ് പകരം വന്നത്. ഒരു ഹല്ലേലൂയ പറ. ഒരു തീ കൂടെ നടക്കേണ്ടതിനല്ല. നമ്മൾ പറയുന്നത് തീ കൂടെ ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ തീയുണ്ട്, മഞ്ഞുണ്ട്, നദി പോലെ. വെയിറ്റ്, അതെല്ലാം ഈ ആള് തരുന്ന അനുഭവങ്ങളാണ്. പക്ഷെ നടക്കുന്നത് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയാണ്. ആ കണ്ടാൽ യേശുവിനെ പോലെ ഇരിക്കുന്നയാളാണ്, വ്യക്തിയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറഞ്ഞേ. വന്നത് ശക്തി തരാൻ മാത്രമല്ല, യേശുവിനോട് വർത്താനം പറഞ്ഞിരുന്നത് പോലെ സ്വർഗത്തിലെ പിതാവിന് തോന്നി, എനിക്ക് ഇവനോട് വർത്തമാനം പറയണം, എനിക്ക് ഇവനോട് മിണ്ടണം, എനിക്ക് ഇവനോട് കൂട്ടായ്മ ആചരിക്കണം. അതുകൊണ്ടാണ് താൻ ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ അതിനെ ശക്തിയായി ചുരുക്കി, വ്യക്തിയായി ചുരുക്കിയില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, പരിശുദ്ധാത്മാവ് വന്നത് ഓ ഹല്ലേലൂയ തീ പോലെയാണ്, നദി പോലെയാണ്, മഴ പോലെയാണ്. പക്ഷേ വന്നത് വ്യക്തിയായിട്ടാണ്. ആമേൻ. അത് തീയാണ്. ആ വ്യക്തിയുടെ സ്വഭാവ ഗുണമാണ് തീ. കാരണം എന്തുവാ? സ്വർഗസ്ഥനായ ദൈവം ജ്വലിപ്പിക്കുന്ന, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് വന്നയാളും അഗ്നിയുടെ സ്വഭാവമുള്ള ആളാ. കാരണം വന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവാണ്, അതുകൊണ്ട് തീയാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? പക്ഷേ പിതാവെന്ന പോലെ, പുത്രൻ എന്ന പോലെ യേശുവിൻ്റെ ആത്മാവും ഒരു വ്യക്തിയാണ്. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വന്നതിൻ്റെ ഉദ്ദേശം അവനുമായി കൂട്ടായ്മ ആചരിക്കാൻ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവോട് സംസാരിച്ചിട്ടുണ്ടോ? അതിന് കാരണമുണ്ട്. പരിശുദ്ധാത്മാവിന് നമുക്ക് അറിയാവുന്ന നദിയായും തീയായും കാറ്റുമായിട്ട് പോവാം. ആരോടെങ്കിലും തീയിനോട് ആരെങ്കിലും സംസാരിക്കുമോ? നമ്മളെ പരിശുദ്ധാത്മാവിന് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം, ഇതല്ലേ നമുക്കുണ്ടാകുന്ന അനുഭവം. ആ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു എന്തോ വന്നു. ആ വന്നതിനെ നമ്മൾ വിളിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അങ്ങനെയൊക്കെ ആകാവോ? നമ്മുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ അങ്ങനെയാണ്. ഒരു കുഴപ്പമില്ല, കണ്ടിന്യൂവേറ്റ്. പക്ഷേ ആ വ്യക്തി അടുത്ത് വന്നാൽ ചിലർക്കുണ്ടാകുന്ന അനുഭവം മാത്രമാണോ അത്? ഇതിനെ കാണരുത്, വന്ന വ്യക്തിയെ കാണണം. കൈയടിച്ചില്ലല്ലോ, ഒരു ആമീൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഏതിനെയാ പ്രാധാന്യം കൊടുക്കുന്നത്? ഉണ്ടായ അനുഭവത്തെ പ്രാധാന്യം കൊടുക്കും, ഉണ്ടാക്കിയ വ്യക്തിയെ കാണത്തില്ല. ഒന്നും കൂടെ ഒരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ഉണ്ടായ അനുഭവത്തിന് പ്രാധാന്യവും ഉണ്ടാക്കിയ വ്യക്തിക്ക് പ്രാധാന്യവും ഇല്ല. നിങ്ങൾ നോക്കിക്കേ, ഞാനിന്ന് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒരു കുളിരടിച്ചു കേട്ടോ. ഞാനിന്ന് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒരു ദർശനം ഉണ്ടായി കേട്ടോ. ഞാനിന്ന് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ തീയായിരുന്നു കേട്ടോ, കത്തുമായിരുന്നു. ഇതൊക്കെ ഉണ്ടാവോ? അതോടെ ആ തീയിലേക്ക് മനസ്സും ചിന്തയും മാറിപ്പോയി. റൈറ്റ് ഓർ റോങ്? ആണെന്നുള്ളവരൊന്ന് ശരിയാണെന്ന് പറയുന്നവരൊന്ന് കരയുയർത്തിക്ക്. ആ തീ വന്നപ്പോ തീ തന്ന വ്യക്തി അടുക്കലുണ്ടെന്നുള്ളത് മറന്നിട്ട് തീയിൽ സന്തോഷിച്ചു, അനുഭവത്തിൽ സന്തോഷിച്ചു. സ്വർഗം അതോടെ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന നന്മയിലാണ് അവർ സന്തോഷിക്കുന്നത്, എന്നിലല്ല. ആരാണോ അവനിൽ സന്തോഷിക്കാൻ തുടങ്ങുന്നത് അവരാണ് അനേകർക്ക് തീ കൊടുക്കാൻ പോകുന്നവർ. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. Come on, ചേർന്ന് കൈയടിച്ചു ഒരു ഹല്ലേലൂയ പറ. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്തിനാ? കഴിഞ്ഞ ആഴ്ച ഞാൻ എറണാകുളത്ത് പറയുമ്പോൾ കുറച്ചൊന്ന് തൊട്ടിട്ട് പോയി, അത് തൊട്ടിട്ട് പ്രസംഗിക്കത്തില്ല. അടുത്ത ആഴ്ച പ്രസംഗിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്തിനാ? നമ്മൾ ഒറ്റ വാക്കിൽ പറയും പാപികളെ രക്ഷിക്കാൻ, ചിലർ പറയും രോഗികളെ സൗഖ്യമാക്കാൻ, ചിലർ പറയും ഭൂതങ്ങളെ പുറത്താക്കാൻ, ചിലർ പറയും
നിത്യജീവൻ തരാൻ, അല്ലെങ്കിൽ രക്ഷയിലേക്ക് എന്നെ നടത്താൻ, ചിലർ പറയും സ്വർഗം ഉറപ്പാക്കാൻ, ചിലർ പറയും ദൈവരാജ്യത്തിലേക്ക് കടത്താൻ, ചിലർ പറയും നിത്യതയിൽ പ്രവേശിക്കാൻ. ഇതൊക്കെ ശരിയായ ആൻസറുകളാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്യന്തിക ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ആത്യന്തിക ഉദ്ദേശം, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവവുമായി കൂട്ടായ്മയെ ആചരിക്കാനാണ്. എന്നാൽ ആ കൂട്ടായ്മയിൽ നിന്ന് അവൻ തെറ്റിപ്പോയ മനുഷ്യനോട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയാതെയായി. കാരണം അവന്റെ പാപം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അവനും ദൈവവും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പ് തീർത്താനാണ്, കുറച്ചും കൂടെ നന്നായി, പിതാവിനോട് നമ്മളെ രമ്യപ്പെടുത്താനാണ് യേശു വന്നത്. ഞാനും പിതാവും തമ്മിൽ രമ്യപ്പെടേണ്ടതിന് തടസ്സമായി നിന്നിരുന്നത് എൻ്റെ പാപമായിരുന്നു. ആ പാപത്തെ വിശുദ്ധീകരിച്ചതിൻ്റെ ഉദ്ദേശം പിതാവുമായി രമ്യപ്പെടുത്താനാണ്. പിതാവുമായി രമ്യപ്പെടുത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തുവാ? ഞാനും പിതാവുമായി ഒരു ഫെലോഷിപ്പ് ആരംഭിക്കാനാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? യേശു വന്നതിൻ്റെ ഉദ്ദേശം പാപികളെ രക്ഷിക്കാൻ മാത്രമല്ല, രോഗികളെ രക്ഷിക്കാൻ മാത്രമല്ല, നിത്യതയിൽ കൊണ്ടുപോകാൻ മാത്രമല്ല, രക്ഷ ഉറപ്പാക്കാൻ മാത്രമല്ല. അതിൻ്റെ ഇടയിൽ നടന്ന കാര്യമാണ്. ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ എത്തിക്കാനാണ്. ആ കൂട്ടായ്മ ആചരിക്കുന്നവരാണ് സൂപ്പർ നാച്ചുറലുകളായി ഇവിടെ ജീവിക്കാൻ പോകുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഹല്ലേലൂയ പറയാവോ? ഞാൻ ഒറ്റ വാക്കിൽ അടുത്ത ആഴ്ച പറയാൻ പോകുന്നു പറയാവേ. ഞാൻ എന്നേക്കാൾ ഉയർന്നയാളുമായി ഒരു കൂട്ടായ്മ ആചരിച്ചാൽ, ഫെലോഷിപ്പ് കൂടിയാൽ, ആ ആളെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. എല്ലാവരും പറഞ്ഞേ, ഇൻഫ്ലുവൻസ് ചെയ്യും. ഉറക്കെ പറ. ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മളിൽ ആദ്യം ഉണ്ടാകുന്നത് ആ ഇൻഫ്ലുവൻസ് എന്നിൽ ഇമാജിനേഷൻസ് കൊണ്ടുവരും. ഉറക്കെ പറ. ഇമാജിനേഷൻസ് കൊണ്ടുവരും, വിഷൻസ് കൊണ്ടുവരും, ഡ്രീംസ് കൊണ്ടുവരും. ഒരു ഹല്ലേലൂയ പറ. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുഖത്തെ മാറ്റുന്നത്. യേശുവും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ആരാണോ തൻ്റെ പുത്രൻ്റെ ആത്മാവുമായി ഫെലോഷിപ്പ് ആരംഭിക്കുന്നത്, അവിടിലേക്ക് ദൈവിക ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ദൈവത്തിൻ്റെ ഡ്രീം അവർ കൊണ്ടു നടക്കും. ദൈവത്തിൻ്റെ ഇമാജിനേഷനിലേക്ക് അവർ വരും, ദൈവത്തിൻ്റെ വിഷനിലേക്ക് വരും. അവരാണ് ഈ ഭൂമിയിലെ സക്സസ് എന്ന് പറയുന്നത്. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ, ലോകത്തിലെ അനേക രാജ്യങ്ങളിലെ, അനേക കുടുംബങ്ങളിലെ, അനേക പട്ടണങ്ങളിലെ ഇൻഫ്ലുവൻസ് ആകുവാൻ സ്വർഗം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ഡ്രീമിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വപ്നത്തെ ഈ ഭൂമിയിൽ എത്തിക്കാൻ സ്വർഗം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആദാമിനെ ദൈവം അതിനാ തെരഞ്ഞെടുത്തതാ. ദൈവം ആദാമിനെ സൃഷ്ടിച്ചതോ ദൈവത്തിന്റെ ഡ്രീം ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകാനാ. പക്ഷെ അതിൽ നിന്ന് ആദാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ എന്നെ ദൈവം വീണ്ടെടുത്തതോ ആദാമിൽ ദൈവിക പദ്ധതി എന്തായിരുന്നോ അത് പുനരാരംഭിച്ചിട്ട് ഈ ഭൂമിയിൽ സക്സസ് ആയി വാഴാനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളും ക്ഷീണിച്ചു എന്ന് എനിക്കറിയാം, പക്ഷേ അല്പനേരം ദൈവവചനം പറയണമെന്ന് ചിന്തിച്ച് പറഞ്ഞതാ ഞാൻ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഫെലോഷിപ്പ്. ഉറക്കെ പറ. ശബ്ദം ഉയർത്തി പറ. ദൈവവുമായുള്ള കൂട്ടായ്മ ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ നമ്മളിൽ ഇല്ലാത്തതും അതാണ്. നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത് ഒരു പാട്ടുപാടും, ഒരു അധ്യായം ബൈബിൾ വായിക്കും, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്നാൽ കൂട്ടായ്മ എന്ന് പറയുന്നത് പങ്കുവയ്ക്കലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൂട്ടായ്മ എന്ന് പറയുന്നത് മനസ്സ് പങ്കുവയ്ക്കലാണ്. അതിലേക്കാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വാട്ട് എ പൊസിഷൻ. ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ മനസ്സ് പങ്കുവയ്ക്കാൻ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നെന്ന്. ഞാൻ ആ വാക്യങ്ങളിലൂടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് ഞാൻ അവൻ്റെ കൂട്ടുവേലക്കാരെന്ന്. കൂട്ടുവേലക്കാരെന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാചകത്തെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. ഞാനും ദൈവവും ഒരേപോലെയാ പണിയുന്നെന്ന്. ഞങ്ങൾ എങ്ങനെയാണെന്നറിയോ?
പാസ്റ്ററും സഹോദര ശുശ്രൂഷകരായ ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ടായി പറയും, ദൈവം എനിക്കൊരു വിഷൻ തന്നു, ഞാനത് ചെയ്തു തീർത്തിട്ടേ പോകത്തുള്ളൂ. കർത്താവ് എന്തിയുടെ കുറച്ചു നേരത്തിന് കർത്താവ് മാറ്റി വെച്ചേക്കാം, ഞങ്ങൾ ചെയ്തു തീർക്കും. വിഷൻ ആരാ തന്നത് എന്ന് പറഞ്ഞാൽ വിഷൻ ഞാൻ ചെയ്തു തീർക്കാനുള്ളതാണെന്നാണ് എൻ്റെ വിചാരം. വിഷൻ ഞങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. അതിനെയാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. പ്രിയ കർത്താവേ, അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾ കുറച്ചുകൂടെ പ്രൊഫറ്റിക്കായും ജൈവിക ബോധ്യങ്ങളിലും ചിന്തിക്കുമ്പോൾ അസാധാരണമായ പലത് സംഭവിപ്പാൻ സ്വർഗത്തിലെ കരമിടയാക്കണമേ. ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ട്രാൻസ്ഫോർമേഷനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഇൻ ജീസസ് നെയിം.